ഹായ് ഹലോ മക്കളെ. നമ്മൾ ഓണം പരീക്ഷയുടെ എന്താണ് പ്രിപ്പറേഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മലയാളത്തിന്റെ കാര്യം ഓക്കെ ആക്കാനായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, മലയാളം സെക്കൻഡ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ച് മിടുക്കന്മാരായിട്ടാണ് ഇരിക്കണേന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, നമ്മൾ പതുക്കെ ഓരോ ചാപ്റ്റേഴ്സിലൂടെ കടന്നു പോവും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ മിസ് ഇങ്ങനെ പറഞ്ഞു പോവും. അപ്പോൾ മക്കളത് കേട്ടിരിക്കുക, ശ്രദ്ധയോടെ കുറച്ച് നേരം കേട്ടിരിക്കുക. ഓക്കെ, യെസ്, സെറ്റല്ലേ മക്കളെ? റെഡി അല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? അല്ലേടാ? നമ്മൾ പഠിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സോ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. ഓക്കെ, ഡീൽ ശരിയല്ലേ? സെറ്റല്ലേ? ഓക്കെ, ശരി. മിസ് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുന്ന രീതി ഒന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പോവാം, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി ശരി ശരി. ഉപന്യാസം എഴുതുന്നതാണ് ആദ്യം നോക്കണേ കേട്ടോ. യെസ്, ഉപന്യാസത്തിന്റെ കാര്യം നമ്മൾക്കറിയാം, നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ആരെങ്കിലും എപ്പോഴെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ച് പറയാൻ പോകണം. ഓക്കെ, ഉപന്യാസം എന്താണ്? ഉപന്യാസത്തിന് ആദ്യം വേണ്ടേടാ തലക്കെട്ട് അല്ലെ? എന്തിനും ഒരു പേര് കൊടുക്കണ്ടേടാ, കൃത്യമായിട്ടൊരു പേര് കൊടുക്കണ്ടേ? അപ്പൊ ഇതിന് ഉപന്യാസത്തിന് ഒരു തലക്കെട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ കളർ മാറ്റാം അല്ലേ? കാണണില്ല? യെസ്, ഓക്കെ, സെറ്റ്, തലക്കെട്ട് കൊടുത്തു. ഇനി ആമുഖം, ഇൻട്രൊഡക്ഷൻ നല്ല ഭംഗിക്ക് കൊടുക്കണ്ടേ? വേണ്ടേ? എന്താണ് ആമുഖത്തിൽ വരേണ്ടത്? ആ വിഷയത്തിനെ പറ്റി ഒരു ചുരുക്ക വിവരണം. നമുക്കറിയാം എന്താണ് വിഷയം എന്നുള്ള കാര്യം പറഞ്ഞു പോയാൽ മതി. എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് കേട്ടോ, ഒരു പാരഗ്രാഫ്. ഓക്കെ, യെസ്, സെറ്റ്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈയക്ഷരം അനുസരിച്ച് മാറ്റാനായിട്ട് നോക്കണം കേട്ടോ. പാരഗ്രാഫിൽ മിനിമം 2-3 സെന്റൻസസ്, 3-4 ഇങ്ങനെ. വളരെ കുഞ്ഞു കൈയക്ഷരാണെങ്കിൽ എന്ത് ചെയ്യണം? 3-4 സെന്റൻസ് ഒക്കെ എഴുതേണ്ടി വരും. പക്ഷെ വലിയ കൈയക്ഷരാണെങ്കിൽ 2-3 ആകുമ്പോഴത്തേക്കും ഒരു പാരഗ്രാഫ് തന്നെ ആയി. ഓക്കെ, യെസ്, ശരി. ഇനി ഉള്ളടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യ ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിലെന്ത് പറയണം? വിഷയത്തിനെ വിശദീകരിച്ച് തന്നെ അങ്ങോട്ട് പറയാം. എന്താണ് സംഭവം, എന്തുകൊണ്ട് നടക്കുന്നു, കാരണങ്ങൾ, ഉദാഹരണങ്ങൾ, സംഭവിച്ച വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാം. വലിയ മാർക്കിന് ചോദിക്കില്ലേ? അപ്പോഴാണ് ഇത് എഴുതണ്ടേ. അപ്പോൾ 3-4 പാരഗ്രാഫുകൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്, കുഴപ്പമില്ല. 2-4 പാരഗ്രാഫ്. അപ്പോൾ 4 മാക്സിമം ആണ്, 3 വരെയെങ്കിലും എഴുതാൻ നോക്കുക. ഓക്കെ, 2 ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇത് വലിപ്പത്തിൽ ഒരു കാര്യമുണ്ട് മാർക്കിന്, ഇല്ലേ? അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ടാണ് മിസ് ഈ പാരഗ്രാഫുകളുടെ കാര്യം പറയണേ കേട്ടോ. ഓക്കെ, അത്രയും പാരഗ്രാഫുകൾ കൊള്ളിക്കാനായിട്ട് നോക്കുക. അപ്പൊ എന്തൊക്കെ ഉൾപ്പെടുത്തും? എന്താ പറഞ്ഞ ഇങ്ങനെ ചോദിക്കുക, നമ്മൾ മനസ്സിലേക്ക് ചോദിക്കുക. ഓക്കെ, വിഷയത്തിന്റെ കാര്യം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, എന്താണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കണു അല്ലെ? കാരണങ്ങളായിട്ട് പറയാം. ഇന്നത് ഇവിടെയൊക്കെ സംഭവിച്ചു എന്ന് ഉദാഹരണങ്ങൾ പറയാം, ഗുണങ്ങൾ ദോഷങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായി? ഉള്ളടക്കം സെറ്റാവും. ഓക്കെ അല്ലേ മക്കളെ? പിടികിട്ടിയോടാ? യെസ്, ശരി. ഇനി എന്താണ്? അവിടെ വേറെ കാര്യങ്ങൾ, നിർവചനം, പ്രാധാന്യമൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് എഴുതാവുന്നതാണ് അല്ലെ? ഓക്കെ, പിടികിട്ടിയോടാ? മനസ്സിലേക്ക് വന്നു ഇല്ലേ? നമ്മൾ ഉപന്യാസം നോക്കൂ കേട്ടോ, എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നോക്കും. പ്രസംഗം അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ പിടികിട്ടിക്കോളും. ഇനി ഉപസംഹാരം, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം നമ്മൾ വിഷയത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു, ചുരുക്കം. ഓക്കെ, ഇന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ അഭിപ്രായം, സന്ദേശമൊക്കെ പോലെ നൽകി അവസാനിപ്പിക്കാവുന്നതാണ് ഉപസംഹാരം. ഓക്കെ, ഡീൽ, പിടികിട്ടിയോ? ഇതാണ് ഉപന്യാസത്തിന്റെ പ്രോപ്പർ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ. ശരി, ഓക്കെ, ശരി. ഇനി അടുത്തതിലേക്ക് പോവാം. കഥാപാത്ര നിരൂപണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത്? കഥാപാത്രത്തിന് പരിചയപ്പെടുത്തലാണ്. ആദ്യം കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കാം. അതുകൂടാതെ പിന്നെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. അതിലെ പേര് വരണം, കൃതി, ഏത് കൃതി, എന്ത് തരത്തിലുള്ള കൃതി, കഥയാണോ, കവിതയാണോ, ലേഖനമാണോ, ആരെഴുതി, എന്തൊക്കെ വേണം? കൃതി, പേര്, കഥാപാത്രത്തിന്റെ പേര്, ഏത് കൃതിയിൽ നിന്നാണ്, എന്ത് തരം കൃതിയാണ്, ആരെഴുതിയത്. ഓർമ്മയിലുണ്ടാവോ? ഓർമ്മയിലിരിക്കുവോ? ഓക്കെ ആണോ? യെസ്, ശരി. കഥാപാത്രത്തിന് ഒരു പൊതു സ്വഭാവം കൊടുക്കണം. എങ്ങനെയാണ് കഥാപാത്രം പെരുമാറുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ചേർക്കാവുന്നതാണ്. പിന്നെ സവിശേഷതകൾ, അവരുടെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണ് ഇതെന്ന് പറഞ്ഞുണ്ടാവും, അത് എഴുതണം. ഓക്കെ, പിന്നെ കഥയിൽ കഥാപാത്രത്തിനുള്ള സ്ഥാനം, അവരെങ്ങനെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, യെസ്, ഇതാണ് കഥാപാത്ര നിരൂപണം. നമ്മൾ പല ആവർത്തി പോയിട്ടുള്ളതാണ്. പക്ഷെ എങ്ങാനും നമ്മൾ പരിചിതമല്ലാത്ത ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് പറയാനാണ് മിസ് ഇത് പറഞ്ഞത്. പിടികിട്ടിയോടാ? എന്തൊക്കെ ഉൾപ്പെടുത്തണം? കഥാപാത്രത്തിന്റെ പേരൊക്കെ ആദ്യം പറയണം, അതിന് മാർക്കുണ്ട്, വിട്ടുകളയരുത്. പിന്നെ എന്താണ്, കഥാപാത്രം എങ്ങനെയാണ് പെരുമാറുന്നത്, ആളുടെ ചില ഡയലോഗുകളൊക്കെ ഓർത്ത് വെച്ചാൽ രസമാവും. ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെ ഓർത്തിരിക്കണം എന്നല്ല, ആള് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലുണ്ടാവുമല്ലോ, അത് എഴുതി വെക്കാം. ഓക്കെ,
പിടികിട്ടിയോടാ? സെറ്റല്ലേ? യെസ്, ശരി ശരി. ഇനി അടുത്ത ഒരു കാര്യം കൂടി, മുഖപ്രസംഗം മക്കൾക്ക് പരിചയമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഖപ്രസംഗം, പക്ഷെ ആ വാക്ക് എന്താണെന്ന് പിടികിട്ടി പേടിക്കരുത്, അതുകൊണ്ടാണ് മുഖപ്രസംഗം എന്താണെന്ന് പറയാനായിട്ട് വന്നേട്ടോ. ഒന്ന്, തലക്കെട്ട് ആമുഖ ഉപന്യാസമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത, മെയിൻ പോയിന്റ്സ്. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തെ കുറിച്ചാണ് മുഖപ്രസംഗം വരാം. പത്രം വായിക്കുന്നവരുണ്ടോ? പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പൂവിട്ടെ നോക്കട്ടെ. പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പലവട്ടം പറയാം, പത്രം വായിക്കണം. മലയാള പത്രം പ്രത്യേകിച്ച് വായിക്കണം. കാരണം എന്താ, നമ്മൾ മലയാള വിദ്യാർത്ഥിനികളാണ്, മലയാളം അറിയണം അല്ലേ? ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എന്ത് രീതിയിലും പത്രം വായിക്കണം. പൊതുവിജ്ഞാനം വളർത്താനായിട്ട് അത് സഹായകമാണ്. യെസ്, വായിക്കുന്നവരുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. വായിക്കാത്തവർ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പരീക്ഷ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആ ഹാബിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്താണ് പത്രത്തില് വായിക്കുന്നുണ്ടവർക്ക് അറിയാൻ പറ്റും. എഡിറ്റോറിയൽ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാം. എന്താണ് മക്കളെ? എഡിറ്റോറിയൽ. എഡിറ്റർ എഴുതുന്നതായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിനെ പറ്റിയിട്ടായിരിക്കും മുഖപ്രസംഗം ഉണ്ടാവുക. അത് അന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അപ്പോൾ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഉപന്യാസത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് മക്കളെ. ആമുഖം വരുന്നു, ഉള്ളടക്കം വരുന്നു, ഉപസംഹാരം വരുന്നു. പക്ഷേ ഇതിനിടയിൽ എന്ത് ഉൾപ്പെടുത്തണം? പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പരിഹാരം കൂടി കൊടുക്കണം. ഇന്നതാണ് വിഷയം എന്നുള്ളത് നമുക്ക് പിടികിട്ടി, പക്ഷെ ഒരാളോട് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി പറയണം. ഒരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു, നിന്റെ കൈയക്ഷരം വളരെ മോശമാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മളെ പ്രശ്നം കണ്ടെത്തിയ ഒരാളുടെ. ഓക്കെ, നിന്റെ ഇതാണ്. പക്ഷെ അയാളോട് പറയാണ്, അയാൾ ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം, പരിഹരിക്കാമെന്നൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, പരിഹാരം കൊടുക്കണം. ഒന്ന് നീ എടുത്ത് പതുക്കെ ആക്കാൻ ശ്രമിച്ചാൽ, അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിഹാരം കൂടി കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടെ ചെയ്യണേ. സമൂഹത്തിലെ ഒരു പ്രശ്നം നമ്മൾ പറയണു, ചൂണ്ടിക്കാണിച്ച് പറയണു, ഇന്നതൊരു പ്രശ്നമാണ്, പക്ഷേ എന്നും കൂടി പറയാണ്, ഇന്നതൊക്കെ ചെയ്താൽ നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വേണം മുഖപ്രസംഗം എഴുതാൻ. പിടികിട്ടിയോടാ? ഓക്കെ അല്ലേ? യെസ്. ഇവിടെ മിസ് കൊടുത്തിരിക്കുന്നത് പത്രത്തിൽ നിന്ന് എടുത്ത ഒരു മുഖപ്രസംഗമാണ് കേട്ടോ. ഓക്കെ, അതിൽ ശ്രദ്ധിച്ച ഒരു സബ് ഹെഡിങ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. തലക്കെട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് വിഷയം എന്നുള്ള പറയുന്ന പോലെ ഒരു സബ് ഹെഡിങ് കൊടുത്താലും രസമാവും. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ മുഖപ്രസംഗം. പേടിക്കണ്ട. എങ്ങാനും ഇത് എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാതാവോ? ഇല്ല. മക്കൾക്ക് ഇനി എല്ലാവർക്കും മുഖപ്രസംഗം എന്താണെന്ന് അറിയാം. എഴുതും ഇല്ലേടാ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോട്ടെ മിസ്. ഇനി പാഠഭാഗത്തിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, സെറ്റ്. ശരി ശരി. ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നുടാ? ആരാണ്? കടത്തനാട്ട് മാധവി അമ്മ എഴുതിയ ഗ്രാമശ്രീകൾ. ശ്രീ എന്ന് പറഞ്ഞ എന്താണ്? ശ്രീ ആണല്ലേ? ശ്രീ 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 എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഓക്കെ, ഗ്രാമത്തിന്റെ ഐശ്വര്യങ്ങളായിട്ട് കർഷക സ്ത്രീകളെ പറയുന്ന, അല്ലേ, ആരാണ്? കടത്തനാട്ട് മാധവി അമ്മ പറയുന്ന ഒരു കവിതയാണ് ഗ്രാമശ്രീകൾ. നോക്കാം എന്തായിരുന്നു ചാപ്റ്റർ എന്നുള്ളതൊന്ന് ഓർത്തെടുക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ശരി. മലയാളത്തിന്റെ കാവ്യ ചരിത്ര വിവരണങ്ങളിൽ എന്താണ് കടത്തനാട്ട് മാധവിയമ്മയുടെ പേര് ചേർന്ന് നിൽക്കുന്നത് ഗ്രാമീണ ഭംഗിയോടും ലാളിത്യത്തിന്റെ നിർമ്മലതയോടും കൂടിയൊക്കെയാണ്. എപ്പോഴും മാധവി അമ്മ എന്താണ് വളരെ മനോഹരമായിട്ട് ഗ്രാമത്തിനെ കുറിച്ച് എഴുതുന്ന കവയിത്രിയാണ്. എന്താണ് മക്കളെ വാക്ക്? കവയിത്രി. തെറ്റിക്കരുത് കേട്ടോ, കവയിത്രി. ഇത് പലരും കവയിത്രി എന്താണ് കവിയത്രി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കവിയത്രിയൊക്കെ തെറ്റാണ് കേട്ടോ, കവയിത്രിയാണ്. ഓക്കെ, ശരി. അതൊന്ന് മിസ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ആരാണ്? പ്രശസ്ത കവയത്രി ആയിട്ടുള്ള കടത്തനാട്ട് മാധവി അമ്മ എഴുതിയ ഗ്രാമശ്രീകൾ. എന്തായിരുന്നു ഗ്രാമശ്രീകൾ പറഞ്ഞേ? അല്ലേ? ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ കർഷക തൊഴിലാളികളാണ് എന്നുള്ള രീതിയിലാണ് ഗ്രാമശ്രീകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഗ്രാമസ്ത്രീകളല്ല, സ്ത്രീകളാണ്, അതായത് ഐശ്വര്യമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അവരുടെ രചനകളിൽ സാരല്യത്തോടൊപ്പം അഗാധമായ മനുഷ്യ സ്നേഹവും വർഗ വേർതിരിവുകളും വിവേചനങ്ങളും ഇല്ലാത്ത നാളെക്കുറിച്ചുള്ള ഉറച്ച പ്രതീക്ഷയെന്നും കണ്ടെത്താവുന്നതാണ്. അതായത് വളരെ ലളിതമായിട്ടാണ് എപ്പോഴും മാധവി അമ്മ എഴുതിയിരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എന്താണ് അതിൽ എന്തുണ്ടായിരുന്നു? മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീക്ഷ, പിന്നെ എന്താണ് നാളെ നല്ലത് നടക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ, കാര്യങ്ങളൊക്കെ മാധവി അമ്മയുടെ കവിതകളിലുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഇനി കർഷകരോടും വർണ്ണ കാർഷിക വൃത്തിയോടും അഗാധമായ മമതയുണ്ടായിരുന്ന മാധവി അമ്മ വയലിൽ പണിയെടുക്കുന്നതാണ്. യെസ്, പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെ ആദരവോടെയാണ് വീക്ഷിച്ചത്. അല്ലെ? എന്താണ് അവർക്കറിയാവുന്ന കലാസൃഷ്ടി എന്നാണ് കൃഷിയെ പറഞ്ഞത്. കലയായിട്ട് തന്നെയാണ് കൃഷിയെ ആര് ചിത്രീകരിച്ചതടാ? മാധവി അമ്മ. കൃഷി ഒരു കലയാണോ മക്കളെ? തീർച്ചയായിട്ടും അതെ, അല്ലേ? അതൊരു
ഏറ്റവും വലിയ കലാകാരികൾ കലാകാരന്മാരുമാണ് കൃഷി ചെയ്യുന്നവർ. ഓക്കെ, അത് മനസ്സിലുണ്ടാവണം. ഒരു കല എന്ന് പറയുമ്പോൾ വരയ്ക്കലും എഴുതലും മാത്രമാണോ, അല്ലെങ്കിൽ സംസാരിക്കലും പ്രസംഗമൊക്കെ മാത്രമാണോ? അല്ല, കൃഷിയും ഒരു കലയാണ് എന്നാണ് ആര് പറഞ്ഞേ? മാധവിയമ്മ പറഞ്ഞത്. ഓക്കെ, അത്രയ്ക്കും അവർക്ക് എന്തുണ്ട്, കർഷകരോട് അത്രയും ബഹുമാനമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായ കവിതയിൽ കവയിത്രി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെ, പിടികിട്ടിയില്ലേടാ? പിടികിട്ടിയോ? ഓർമ്മ വന്നോ ചാപ്റ്റർ മനസ്സിലേക്ക്? ഓക്കെ, നോക്കാം. പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ, കൈകൾ കിടഞ്ഞു പണികയായി, ഞാറിന്മേൽ കാലുകൾ ചെളിയിൽ കുതിക്കുകയായി, താഴെ വയലിൽ നിരനിരയായി നീല നീരാളം വിരിയുകയായി. കവയിത്രി കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ ആദരവോടെ തൊഴുതു നിൽക്കുന്നു. അധ്വാനത്തോടും അധ്വാനിക്കുന്നവരോടുമുള്ള മനോഭാവം വ്യക്തമാക്കുന്നുണ്ട് ഈ വരികളിൽ. ചേർക്കുണ്ടിൽ താഴ്ത്തും ഈ വിരൽ തുമ്പത്രേ നാടിന്റെ നന്മകൾ നെയ്തെടുപ്പൂ എന്ന് പറഞ്ഞാൽ അവരാണ് എന്ത് മക്കളെ? നമ്മുടെ നാടിന്റെ നന്മ എന്ന് പറയുന്നത് നാടിന് നല്ല സംഭവിക്കണം അല്ലെ? അതിന് നല്ല സംഭവിക്കണമെങ്കിൽ നല്ല ഭക്ഷണം ആദ്യം വേണം. ഭക്ഷണമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ എന്താണ്, നമ്മളെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഫുഡ് അല്ലേടാ? ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഒരു എന്നും മനുഷ്യന് ആവശ്യമുള്ള സംഭവമാണ്. എന്താണ്, നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ഭക്ഷണം, വെള്ളമൊക്കെ എന്താണ് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒന്നാണ്. അപ്പോൾ അത് നൽകുന്ന കർഷകരെന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ് ശരിക്കും. അവരെ പറ്റിയിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് മാധവിയമ്മ ഈ കവിത എഴുതിയിരിക്കുന്നത്. അവരെ സ്തുതിച്ചുകൊണ്ട്, അവരെ നമിച്ചുകൊണ്ടിട്ടാണ്. എനിക്കറിയില്ല എന്നുള്ള മാധവിയമ്മയ്ക്ക് വിഷമം കാണിക്കുന്നുണ്ട്. എനിക്ക് കൃഷി നിങ്ങളെ പോലെ എനിക്ക് ചെയ്യാൻ അറിയില്ല, ഞാൻ തൂലിക വെച്ച് എഴുതാൻ എനിക്ക് സാധിച്ചാലും നിങ്ങളെ പോലെ എനിക്കിത് ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്, അതുകൊണ്ടും കൂടി ഞാൻ നിങ്ങളെ നമിക്കുകയാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കടത്തനാട്ട് മാധവിയമ്മ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഗ്രാമശ്രീകൾ ഓർമ്മ വന്നോടാ? നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും മക്കളെ? ഗ്രാമത്തിന്റെ ശ്രീ അഥവാ ഞാൻ പറഞ്ഞു ഐശ്വര്യമാണ് കർഷക സ്ത്രീകൾ. ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. എന്താണ് അവരുടെ കലാസൃഷ്ടി? ശ്രദ്ധിക്കണം. അങ്ങനെയാണ് കവയിത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കലാസൃഷ്ടി ആയിട്ടാണ് കൃഷിപ്പണി പറഞ്ഞിട്ടുള്ളത്. അത് നാടിനെ സമൃദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിക്കുന്നു. നാടിനെ വളർത്തിയെടുക്കുന്നത് അവരുടെ കൃഷിയാണ് അല്ലേ? യെസ്. കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിന്റെ നന്മകൾ നെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നത്. നെയ്ത്ത് കണ്ടിട്ടില്ലേ മകള്? കണ്ടിട്ടുണ്ടോ നെയ്ത്ത്? കണ്ടിട്ടുള്ളവരൊന്ന് സംശയപ്പെട്ടെ നോക്കട്ടെ. നെയ്ത്ത് നമ്മുടെ എൻ്റെ ചേന്നമംഗലം ഒക്കെ അവിടെ കൈത്തറികൾ കാണാൻ സാധിക്കും. നെയ്ത്ത് ഒരു വലിയ പാരമ്പര്യമുള്ള ഒന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 7-ാം തീയതി ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാഷണൽ ഹാൻഡ്ലൂം ഡേ, വേൾഡ് ഹാൻഡ്ലൂം ഡേ. അതെ, കൈത്തറി ദിവസമായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ കൈത്തറികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചേന്നമംഗലം കൈത്തറി. പിന്നെ പലയിടത്തും ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ചേന്നമംഗലാണ്. നമ്മുടെ പ്രളയ സമയത്തും ഇത് ഭയങ്കരമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിച്ചു. കാരണം നല്ലോണം വെള്ളം കയറിയപ്പോൾ ഇവർ നെയ്ത് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഒരു നഷ്ടമുണ്ടായി. അപ്പൊ അവരെ ചേക്കുട്ടി പാവ എന്നൊക്കെ പറഞ്ഞൊരു പാവ ഉണ്ടാക്കി. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ അത്? ചിലർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ. അതാണ് കൈത്തറി. അപ്പൊ നെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ജോലിയാണ്. ഇങ്ങനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വലിച്ചത് ഇങ്ങനെ. അതാണ് ഇങ്ങനെ ഓരോ നൂലും ഇങ്ങനെ കോർത്ത് പോലെ ഒരു പരിപാടിയാണ്. വളരെ ശ്രദ്ധ വേണ്ട ഒന്നാണ്. അതിലിങ്ങനെ ഓരോ ചായങ്ങൾ ചേർക്കുകയും കൃത്യമായിട്ട് ആ നൂലിന്റെ വർണ്ണമൊക്കെ നോക്കി ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്നതാണ്. അതുപോലെയാണ് കർഷകരും ഓരോ കാര്യങ്ങളും നോക്കിയിട്ടാണ് അല്ലെ? നെല്ലിങ്ങനെ വിളവെടുക്കുന്നതിന് മുമ്പ് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരണേ. കള പറിക്കണം, ഞാറെടുത്ത് നടണം അല്ലെ? എൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ജീവി വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി അതിനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം ഇല്ലേ? വിഷമടിക്കാതെ പരമാവധി ചെയ്യാനായിട്ട് നോക്കണം അല്ലേ? അപ്പൊ കർഷകര് ഇങ്ങനെ ഒരു നെയ്ത്ത് ചെയ്യുന്നത് പോലെ അത്ര സൂക്ഷ്മതയോടെയാണ് കൃഷി കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഇവിടെ നെയ്തെടുക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലേക്ക് വന്നോടാ കാര്യങ്ങൾ? ഓക്കെ, ശരി. അവരാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം. അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് കവയിത്രി വിശേഷിപ്പിക്കുന്നത്. പിടികിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? യെസ്, ശരി. ഇനി മഞ്ജുളമി കലാസൃഷ്ടിക്ക് മുമ്പിലായി അർപ്പിക്കുക. കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെയാണ് കലാസൃഷ്ടിയാകുന്നത്? കല എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ്.
പല രീതിയിൽ. കൃഷി അങ്ങനെയല്ലേടാ? ആ, കുറെ അനേകം മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ് കൃഷി. ഓക്കെ, ശരി. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കൈകൂപ്പി നിൽക്കുന്നത്. ആര്? നമ്മുടെ കവയിത്രി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ഞാറ് നടന്ന അവരുടെ വൈഭവം കൊണ്ട് തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. വയലിൽ നിരനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. എന്താണ്? വയലില് പാടത്ത് പോയിട്ടുണ്ടോ മക്കള്? പാടത്ത് പോയിട്ടുണ്ടാവില്ലേ? യെസ്, പാടത്ത് ഇങ്ങനെ നടന്നു കണ്ടിട്ടില്ലേ? അതിങ്ങനെ നിരനിരയായിട്ട് കൃത്യം ഇങ്ങനെ വെച്ച് പോകണം അല്ലെ? ഇത്ര ഗ്യാപ്പ് വെച്ചിട്ട് പതുക്കെ വെച്ച് പോകണം അല്ലേ മക്കളെ? ഇപ്പൊ നമ്മള് അടുത്ത വിത്തെന്ന മഹാത്ഭുതം എന്നുള്ള ഇതില് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് ഈ 80% ഇതെത്തിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിത്ത് ശേഖരിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കൃഷിക്ക് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. അപ്പൊ അതിന് ഇതാണ് ഒരു കലയോളം, എന്ത് കലാസൃഷ്ടിയോളം ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കവയിത്രി നമ്മളോട് പറയുന്നത്. പിടികിട്ടിയോടാ? ഓർമ്മ വന്നോടാ? ഇല്ലേ? യെസ്. ഇനി എന്താണ് അവരുടെ പ്രവൃത്തി? ചേരിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. ഇവിടെ വേറൊരു കാര്യമുണ്ട്. നീലക്കസവ് വിരിയുന്ന കലാകാരികളാണ്. നീലക്കസവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പാടശേഖരം ഒരു പട്ട് തിരിച്ച പോലെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതുപോലെ ഒരു കസവ് നെയ്തെടുക്കുന്ന വൈഭവത്തോടെ ചെയ്യുന്ന ആളുകളാണ്, കലാകാരികൾ തന്നെയാണ് കർഷക സ്ത്രീകൾ. ആര് പറയാണ്? കവിയല്ല, കവയിത്രി പറയാണ് കേട്ടോ. ഓക്കെ, കവയിത്രി, തെറ്റിപ്പോകരുത്. കടത്തനാട്ട് മാധവിയമ്മ അല്ലേ? അപ്പോ യെസ്, ശരി. പിടി കിട്ടിയോടാ? ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാമോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഉഷാറല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. കാല് പുതിയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമര താർവിടത്തി. ആരെയാണ് താമര പോലെ വിശേഷിപ്പിച്ചിരിക്കുന്നതാ? കർഷക സ്ത്രീകളെയാണ് അല്ലെ? പ്രഭാത വെയിലിലും, സൂര്യന്റെ വെയിലിലും, പ്രഭാത സൂര്യന്റെ വെയിലിലും, ഓക്കെ, പ്രഭാത സൂര്യന്റെ വെയിലിലും മഴയും ഒന്നും വകവെക്കാതെ പാടത്തെ കാല് പുതയുന്ന ചേരിൽ നിന്നുകൊണ്ട് ഞാറു നടന്ന കർഷക സ്ത്രീകൾ നാടിനെ സമർത്ഥമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചെളിയിൽ പതിയുന്ന കർഷക സ്ത്രീകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്ന പോലെ എന്നാണ് കവയിത്രി വർണ്ണിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? അവര് താമരയുടെ പ്രത്യേകത എന്താണ്? ചെളിയിൽ നിന്നുകൊണ്ട് അത്രയും മനോഹരമായിട്ട് വരുന്ന ഒരു പൂവാണ്. എന്നൊക്കെ അതാണ് താമരയുടെ പ്രത്യേകത. അപ്പം ഈ കർഷക സ്ത്രീകളും അവർ നിൽക്കുന്നത് ചെളിയിലാണെങ്കിലും, നമ്മൾ മോശമെന്ന് കൽപ്പിക്കുന്ന ചേരലാണ് അവർ നിൽക്കുന്നെങ്കിലും, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താടാ? ബാക്കിയുള്ളവർക്കുള്ള അന്നം ഉണ്ടാക്കണം അല്ലേടാ? അപ്പൊ അന്നം ഉണ്ടാക്കുന്നത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ടിട്ട് എന്ത് ചെയ്യാണ്? അവരെ ഒരു താമരയായിട്ട് കവയിത്രി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഭംഗി, അവർ ചെയ്യുന്ന കാര്യത്തിന്റെ മേന്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്രയോഗം. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ചാപ്റ്റർ കുമ്മാട്ടി എന്നുള്ള ചാപ്റ്റർ. എന്തായിരുന്നു കുമ്മാട്ടി? ഓർമ്മയുണ്ടോ മക്കൾക്ക്? എന്തായിരുന്നു കുമ്മാട്ടി കളി അല്ലെ? ഒരു പ്രത്യേക സമയത്ത് ചെയ്യുന്ന കൃഷിയോടനുബന്ധിച്ചുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടി. പുല്ലൊക്കെ വെച്ചിട്ടാണ് വേഷം കെട്ടുക എന്നൊക്കെ പറഞ്ഞു. മുഖം മൂടി ആരാണ് ഏത് വേഷമാണ് ചെയ്യുന്നതെന്നുള്ളത് പറയില്ല എന്നൊക്കെ പറഞ്ഞ്. ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഓർത്തെടുക്കാം. ഇപ്പൊ സെറ്റാക്കും. ഓക്കെ, ശരി. ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ തൃശ്ശൂരിന്റെ തനതായ പുലിക്കളി പോലെ സാംസ്കാരിക രംഗത്ത് ഇടം പിടിച്ച ഒന്നാണ് കുമ്മാട്ടി. ഓണക്കാലത്താണ് അപ്പൊ നമ്മള് വരാൻ പോണു, കുമ്മാട്ടി നടക്കാൻ പോണു. കുമ്മാട്ടിയുടെ കളി കാർഷികോത്സവമായാണ് കണക്കാക്കുന്നത്. എല്ലാ നമ്മുടെ ഉത്സവങ്ങൾ പലതും എന്താണ് കൃഷിയോടനുബന്ധിച്ചുള്ളതാണ്. ഓണമായിക്കോട്ടെ, മറ്റ് വിഷു ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് കൃഷിയുമായിട്ട് അനുബന്ധിച്ചുള്ളതാണ്. ഓണത്തിന് എന്താണ് നമ്മളൊരു തുടക്കമാണ്. വിഷു എന്ന് പറഞ്ഞാൽ നമ്മള് വിളവെടുത്തു, അതാണ് നമ്മൾ കണിയിലെ വിളവ് വെക്കുന്നത്. കണിവളരിയും കയ്യിൽ കിട്ടുന്ന മാമ്പഴവും നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയൊക്കെ നമ്മൾ കണി വെക്കുന്നത് അതുകൊണ്ടിട്ടാണ്, ഒരു സമൃദ്ധി കാണിക്കാൻ. ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങം തുടങ്ങാണ്, വർഷത്തുടക്കം ഒക്കെ കൃഷിയോട് അനുബന്ധിച്ചും അതൊരു
തുടക്കമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. കൃഷി ഉത്സവം കൂടിയിട്ടാണ് ഓണം കേട്ടോ, അത് മനസ്സിലുണ്ടാവണേ. ഓക്കെ, കുമ്മാട്ടിയുടെ കളി കാർഷികോത്സവമായാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. വടക്കൻ ജില്ലകൾ എന്ന് പറയുമ്പോൾ പാലക്കാട്, തൃശ്ശൂർ, വയനാട് എന്നിവ സ്ഥലത്താണ് കുമ്മാട്ടി കാണാൻ സാധിക്കുക. ചിലയിടങ്ങളിൽ ഇത് അനുഷ്ഠാന കലയാണ്. ചില സ്ഥലത്ത് ഇത് മതത്തോടും അനുബന്ധിച്ചുള്ള ഒരു അനുഷ്ഠാന കലയാണ്. മകരം, കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിൽ ഒന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. അപ്പൊ ഏത് മാസത്തിലാ ഓണം? ഏത് മാസത്തിലാണ്? ആദ്യത്തെ മാസം ഏതാ? മിസ് പറഞ്ഞു, വേഗം പറഞ്ഞേ ഏത് മാസമാണ്? ചിങ്ങം. ഓക്കെ, വെരി ഗുഡ്. ചിങ്ങം പിടികിട്ടി. ഓക്കെ, ചിങ്ങമാസം. എല്ലാ മാസം അറിയാലോ, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. ശരി. അതില് മകരത്തിലും കുംഭമാസത്തിലും കളിക്കാറുണ്ട്, പക്ഷെ ഓണത്തിനും കളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നാടിൻ വിനോദങ്ങളൊന്നായി കുമ്മാട്ടികളെ അവതരിപ്പിച്ചു പോരുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ചാപ്റ്റർ വായിക്കണം കേട്ടോ മക്കളെ. വിട്ട് കളയരുത്. അതിൽ ഇങ്ങനെ മുഖംമൂടി ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടാണ്. ആരാണ് ഇന്ന വേഷം ധരിക്കണേന്ന് അറിയില്ല. ആശാനാണ് ഓരോ വേഷങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ കുമ്മാട്ടിക്കും നമ്മൾ വിചാരിക്കും കുമ്മാട്ടിക്കും പുലികളിക്കും ഒന്നും എന്തില്ല, കൃത്യമായിട്ട് ചിട്ടിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ തനതായിട്ടുള്ള ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കുമ്മാട്ടിക്കളിക്ക്, ഇന്ന രീതിയുണ്ട്. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ആശാന്മാരാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ശരി. ഇനി കമങ്ങിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഒരു പാള അല്ലെങ്കിൽ മുരുക്ക്, അത് വെച്ചിട്ടാണ് മുഖംമൂടി ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ആരൊക്കെ ഉണ്ട് വേഷത്തില്? ശ്രീകൃഷ്ണനുണ്ട്, മഹാബലിയുണ്ട്, നാരദനുണ്ട്, ഹനുമാനുണ്ട്, ശിവഭൂതഗണങ്ങളായ കുംഭൻ, കുംഭോദരൻ, തള്ള എന്നിങ്ങനെ നീളുന്ന വേഷങ്ങൾ. തള്ള എന്ന് പറഞ്ഞാൽ ഒരു അമ്മുമ്മയുടെ ക്യാരക്ടർ ചെയ്യും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കുമ്മാട്ടിക്കളിയിൽ. ഇനി ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാണ കഥാസന്ധങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറുസംഘങ്ങളായി ആട്ടവും പാട്ടുമായിട്ടാണ് കുമ്മാട്ടികളി വീട് തോറും കയറി ഇറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് നിയതമായ നൃത്തച്ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാറുണ്ട്. ഒരു ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ളതില്ല, പല സ്ഥലത്തും പല ചുവടുകളാണ്. പക്ഷെ പാട്ടൊക്കെ ഉണ്ട്. പാട്ട് പക്ഷെ ഇവരെ ഏറ്റു പാടില്ല. കുമ്മാട്ടി വേഷം ധരിച്ചവരെ ഏറ്റു പാടില്ല. കാരണം മുഖംമൂടി വെച്ച് പാടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. പക്ഷെ കൂടെയുള്ളവരാണ് പാടുക. ഓക്കെ, അപ്പോ നാട്ടുകാരും കൂടെ കൂടും എന്നാണ് പറയണേ. ഓക്കെ, ഇന്ന് കൃത്യമായിട്ട് ചുവടുകൾ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടുന്നതാണ്. അപ്പോ നാട്ടുകാരും കൂടെ കളിക്കും. ഓക്കെ, കുമ്മാട്ടിക്കളി ഓർമ്മ വന്നോ മനസ്സിലേക്ക്? സെറ്റ് അല്ലേ? യെസ്. നോക്കാം എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെ? പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് മക്കളെ? കാർഷികോത്സവങ്ങൾ, നാട്ടുത്സവങ്ങൾ. എപ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഉത്സവം ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേടാ, അല്ലെ? കടകൾ വന്നു, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെ ആ പറമ്പിലൊക്കെ ഇങ്ങനെ ചുറ്റി കളിച്ച് നടക്കും, അല്ലേ? പിന്നെ എന്തെങ്കിലുമൊക്കെ കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ചു, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒരു സമയത്ത്, അല്ലേ? അപ്പോൾ ജനമൈത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു കൂടിച്ചേരലിന് ഉത്സവങ്ങൾ സഹായിക്കില്ലേടാ? തീർച്ചയായിട്ടും ഇല്ലേ? അതിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചതാണെങ്കിലും ഇന്ന് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലികളി, കുമ്മാട്ടികളി തുടങ്ങിയ എല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. അതായത് പണ്ടൊക്കെ ചില മതങ്ങൾക്ക്, ചില ജാതികൾക്കെന്ന് മാത്രം തിരിച്ചിരുന്ന പല കലാരൂപങ്ങളും എന്തായി മക്കളെ? ഇപ്പൊ എല്ലാവർക്കും നല്ല അവസ്ഥയിലേക്കായി. അതുകൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള വേർതിരിവ് അങ്ങ് മാറി, ഇല്ല? എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഓണമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, സംക്രാന്തി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു തുടങ്ങി, അല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടായ്മയായിട്ട്, ഒരു കൂട്ടമായിട്ട് വന്ന് നമ്മൾ സന്തോഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കലാരൂപങ്ങൾ തീർച്ചയായിട്ടും ജനമൈത്രിക്ക് സഹായിക്കുന്നതാണ്. എന്ത് ഉത്സവങ്ങളായിക്കോട്ടെ, എന്ത് പെരുന്നാളും, എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും, അല്ലെ? ക്രിസ്മസ് വരും, നമ്മുടെ റംസാൻ വരും, നമ്മൾ ഇതെല്ലാം എല്ലാവരും ഒരേ രീതിയിലാണ് ആഘോഷിക്കുന്നത്, അല്ലേ? ഇപ്പൊ മതപരമായിട്ടുള്ള പല ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമാവില്ലേടാ? അത് തന്നെയാണ് ഈ കാർഷികോത്സവത്തിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ജനമൈത്രിയും ഐക്യം വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിരുവരമ്പുകളും ഇല്ലാതാക്കുകയും നാം എല്ലാം ഒന്നാണെന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു, അല്ലെ? നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാരണമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു മതേതരത്വമാണ്. നമ്മൾ എല്ലാ മതത്തിലെയും ആഘോഷങ്ങൾ ഒരുപോലെ ആഘോഷിക്കുന്നവരാണ്. പിന്നെ ഇവിടെ ജൂതമത ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു കേരളത്തിൽ. അവരുടെ അവര് ഇവിടെ അവശേഷിപ്പിച്ചു പോയ
സ്മാരകങ്ങൾ ഇപ്പോഴും നമ്മൾ എന്താണ് ഏറ്റവും സ്നേഹത്തോടെ തന്നെ എന്താണ് പ്രൊട്ടക്ട് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പൊ ജൂത മതസ്ഥർ, നാനാജാതി മതസ്ഥർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ബുദ്ധമതം, ജൈനമതം ഒക്കെ ഇവിടെ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പൊ കേരളം അതിന് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. നമ്മുടെ പ്രത്യേകത അതാണ്. നമ്മൾ എന്താണ് ആരോടും ഒരു വേർതിരിവും കാണിക്കാത്തവരായിരിക്കണം, അല്ലേ? അതിനാണ് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ഒക്കെ. ഓക്കെ, അതാണ് ഈ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഗ്രാമീണ നിഷ്കളങ്കതയും സാംസ്കാരിക തനിമയുള്ള ഇത്തരം നാടോടി കലകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കലാരൂപങ്ങളൊക്കെ ഇനി തുടർന്നുകൊണ്ട് പോകേണ്ട ആരാണ്? മക്കളാണ്. അപ്പോ മക്കൾ ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങനെയുണ്ട്, ഇതെന്തിനാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങൾ വരണേ കേട്ടോ. ഓക്കെ, സെറ്റല്ലേ മക്കളെ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? യെസ്, ശരി. കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിന്റെ വിശപ്പകാൻ സഹായകമാകുന്നത്, അല്ലെ? പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ നടത്തി. ഓക്കെ, ഇനി ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററാണ് മക്കളെ. ഏതായിരുന്നു ചാപ്റ്റർ? വിത്തെന്ന മഹാത്ഭുതം. ഓർമ്മ വന്നോ? വിത്തെന്ന മഹാത്ഭുതം ഓർമ്മ വന്നോടാ? യെസ്, ആരായിരുന്നു? ചെറുവയൽ രാമൻ എഴുതിയ വിത്തെന്ന മഹാത്ഭുതം. ഓക്കെ, അതിലൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിത്തെന്ന മഹാത്ഭുതം. ഓക്കെ, മഹാത്ഭുതം. ശരി. എന്താണ്? കർഷകര് പലതും പല രീതിയിൽ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ അറിവുകളായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ചെറുവയൽ രാമൻ എന്നുള്ള കർഷകന്റെ അറിവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുത്തല്ല. മാസങ്ങളോളം കൃഷി ചെയ്ത് അത് കാര്യങ്ങൾ നിരീക്ഷിച്ച് ഒരു ശാസ്ത്രീയ രീതിയിൽ പഠിച്ചെടുത്ത വ്യക്തിയാണ്. ശാസ്ത്രീയ രീതി എന്ന് പറഞ്ഞാൽ, സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു കാര്യം കൃത്യമായിട്ട് അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സയന്റിഫിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കർഷകർ അത് തന്നെയാണ് ചെയ്യുന്നത്. കർഷകർ എന്ത് ചെയ്യും? ഓക്കെ, ഇന്ന വളം ഇട്ടപ്പോ ഇന്ന രീതിയിൽ എനിക്ക് ഇതുണ്ടായി, എഴുതി വെക്കുന്നു. ഇന്ന കൊല്ലം എനിക്ക് മഴ കുറഞ്ഞപ്പോൾ ഇത്ര നഷ്ടമുണ്ടായി, ഇന്ന ഇത് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടായി. അവര് എന്ത് ചെയ്യാണ്? നിരീക്ഷണം. സയൻസിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന നിരീക്ഷണങ്ങളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. കർഷകർ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അവരുടെ ശാസ്ത്രീയമായ ഒരു പഠനമാണ് നമ്മളെ എന്തിനെ സഹായിച്ചിട്ടുള്ളതടാ? നമ്മളെ ഈ കൃഷി മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളത്. ഓക്കെ, മക്കൾക്കറിയാമോ നമ്മുടെ ഹരിത വിപ്ലവം? ആരായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓർമ്മയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തു നോക്കട്ടെ. ആർക്കൊക്കെ അറിയാം നോക്കട്ടെ. ഹരിത വിപ്ലവം ഈ ചാപ്റ്റർ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതാണ്. ഹരിത വിപ്ലവം ആരാണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയും. ഇനി മലയാളത്തിൽ അറിയില്ല എന്നാണ്. ഗ്രീൻ റെവല്യൂഷൻ ആരായിരുന്നു? കിട്ടുന്നുണ്ടോ? യെസ്, M.S. സ്വാമിനാഥൻ. യെസ്, അദ്ദേഹമാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ? ഒരു വളരെയധികം ഈൽഡുള്ള ഒരു പുതിയ നെല്ലിനം നമുക്കിവിടെ ഇന്ത്യയിൽ കൊണ്ടുവരികയും അതുവഴി പെട്ടെന്ന് നമുക്കൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയി. ഇന്ത്യ ഭക്ഷണം തികയാതെ വന്ന ഒരു അവസ്ഥയിൽ കടന്നുപോയപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഹരിത വിപ്ലവം സൃഷ്ടിച്ച ആളാണ് M.S. സ്വാമിനാഥൻ കേട്ടോ. അതൊന്നും മിസ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ചുമ്മാ ഒരു GK. ശരി, നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? കർഷകരുടെ ഒരു ശാസ്ത്രീയം, അവരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ, തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് തിരുത്തി വന്നാണ് ഇന്നൊരു കൃഷി മേഖല എവിടെ അവിടെ നിൽക്കുന്നത്, അല്ലേ? യെസ്, കർഷകരുടെ അധ്വാനമാണ് സമൂഹത്തിന്റെ ആഹാരമായി മാറുന്നത്. ചെറുവയൽ രാമന്റെ വിത്തെന്ന മഹാത്ഭുതം. എന്താണ് വിത്തെന്ന മഹാത്ഭുതം എന്ന ആത്മകഥാഭാഗത്ത് വിത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്, അല്ലെ? നല്ല വിത്തുകൾ മികച്ച വിളവ് നൽകും. പാരമ്പര്യ രീതിയിൽ വിത്തുകൾ ശേഖരിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോയ കർഷകർ പിന്നീട് ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കുകയാണ്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതി എന്നുള്ളതേ ഉള്ളൂ. മറ്റത് നമ്മൾ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രം പഠിച്ച കാര്യങ്ങൾ. മറ്റതെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പഠനം നടത്തി അതില് മികച്ച റിസൾട്ട്സ് കിട്ടിയ സമയത്ത് ഓക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷി ശരിയാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പരമ്പരാഗതം രീതി പൂർണ്ണമായിട്ട് വിട്ടു കളഞ്ഞിട്ടല്ല, അതിൽ കുറച്ച് ശാസ്ത്രീയ രീതികളും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. ചെറുവയൽ രാമൻ എന്നുള്ള കർഷകൻ ഉൾപ്പെടെ. ഓക്കെ, യെസ്. ഇനി വിദ്യാഭ്യാസം നേടിയപ്പോൾ കൃഷിയിൽ ഒരു ക്രമം ഉണ്ടാകുന്നു.
ക്രമവും കണക്കും ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് കണക്കുകൾ കൃത്യമായിരുന്നില്ല. അത് ശ്രദ്ധിക്കണം. എന്താണ്? വിദ്യാഭ്യാസം നേടിയ സമയത്ത് കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റി? നോട്ട് ചെയ്യാൻ പറ്റി. ഓ, ഇന്ന കൊല്ലം ഇന്നത് നടന്നതുകൊണ്ട് എനിക്ക് ഇത്ര വിളവ് കിട്ടി, എത്ര അത് കൂടുതലാണോ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറവാണോ എന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം സഹായിച്ചു. കണക്കറിയുന്നത് സഹായിച്ചു. മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഊഹത്തിലാണ്. ഇതിന്റെ സൂര്യന്റെ ഇതും വെച്ച് അല്ലെങ്കിൽ മാസത്തിൽ ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ വിദ്യാഭ്യാസത്തിലൂടെ കണക്ക് ശരിയായിട്ട് പഠിച്ചപ്പോഴത്തേക്കും കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിടാ? ശരിക്കും കാര്യങ്ങൾ നോക്കാൻ സാധിക്കുകയും കൃത്യമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് ആര് പറയണേ? ചെറുവയൽ രാമൻ പറയണേ. പിടികിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? യെസ്. വിദ്യാഭ്യാസം നേടുകയും കണക്കുകൾ കൂട്ടാൻ പഠിക്കുകയും ചെയ്തപ്പോൾ കർഷകർ പുതിയ വഴികൾ കണ്ടെത്തി. ഓക്കെ, ഇന്നത് എനിക്ക് ആ കൊല്ലം ഇത് നഷ്ടമുണ്ടായെങ്കിൽ എവിടെയാണ് എനിക്ക് പാകപ്പിഴ വന്നതെന്ന് മനസ്സിലാക്കുകയും അത് അടുത്ത കൊല്ലം തിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് കർഷകർ നല്ല വിളവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ കഴിഞ്ഞു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് ഇതെല്ലാം. എല്ലാം അനുഭവങ്ങളാണ്. ഓക്കെ, തന്നെ പറയുന്നത് അവര് കൃഷി പ്രത്യേകിച്ച് എന്താണ്, കുറച്ചു കാലം എന്ത് ചെയ്യണം, നമ്മള് ക്ഷമ കളയാതെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ, അതിന്റെ ഫലം അറിയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കാത്തിരിപ്പും ക്ഷമയും ഒക്കെ വെച്ചിട്ടാണ് കർഷകർ ഓരോന്ന് പഠിക്കുന്നത്. മാസങ്ങളെടുത്തേ ഒരു വിളവുണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ അതിനെ ഒന്ന് വിലയിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ക്ഷമയും പഠിച്ചാണ് അവര് ഇപ്പോ നല്ല കൃഷിക്കാരായിട്ട് നിൽക്കുന്നത്. അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും ഈ ക്രമം ഉണ്ടാക്കാൻ സഹായിച്ചു. ഒരു ക്രമം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലായാലും കൃത്യമായിട്ട് നമ്മളൊരു സ്ട്രക്ചർ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ സുഖമായിട്ട് ചെയ്യാം, അല്ലെ? ആ ഒരു ക്രമം ഇല്ലെങ്കിലാണ് നമുക്ക് അവിടെ ഇവിടെ പ്രശ്നങ്ങൾ പറ്റുക. ക്രമത്തിൽ എങ്ങനെ പഠിച്ചു പോയാൽ സുഖമായിട്ട് ചെയ്യാം. കൃഷിയിലും അത് തന്നെ. ഇനി എന്താണ്, പിന്നെ കർഷകർ തമ്മിലുള്ള ആശയവിനിമയം ഇതിന് കരുത്ത് നൽകി. അതായത് ഇപ്പോൾ കൃഷിയിലും എന്തോ ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾക്കൊരു അറിവ് കിട്ടി ചില ചാപ്റ്ററിനെ പറ്റിയിട്ട്, അത് നിങ്ങൾ മാത്രമായിട്ട് വെച്ച കാര്യമുണ്ടോ മക്കളെ? ഇല്ല. നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കൂടി പറഞ്ഞു കൊടുക്കണം. എടാ ഇങ്ങനെയാട്ടോ, ഈ ക്വസ്റ്റ്യൻ വന്ന ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. കർഷകർ അങ്ങനെ തന്നെ ചെയ്തേ. കർഷകർ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ സമയത്ത് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സമയം ചെയ്താൽ ഇത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞ് അറിവുകൾ കൂട്ടിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഓക്കെ, പാരമ്പര്യവും ശാസ്ത്രീയ രീതികളും കൈകോർത്ത് പിടിച്ച് മുന്നേറിയത് കൊണ്ടാണ് പട്ടിണി ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞത്. പഴയത് പലതും കൈവിടാതെ പുതിയ രീതികൾ ഉൾക്കൊള്ളണമെന്ന് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നത്. പഴയത് കൈവിടണ്ട, പാരമ്പര്യം പൂർണ്ണമായിട്ട് കളയാനല്ല, പക്ഷെ അതിലൊരു ശാസ്ത്രീയ വശങ്ങളും കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൃഷി ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചെറുവയൽ രാമൻ നമ്മളോട് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയോ? യെസ്, ശരി. ഇനി വിഗ്രഹിച്ച് എഴുതാനായിട്ട് പലപ്പോഴും വരുന്ന ചോദ്യമാണ് പരമ്പരാഗത വിത്തുകൾ എങ്ങനെയാണ് വിഗ്രഹിക്കാടാ? പരമ്പരാഗതമായ വിത്തുകൾ സ്വാഭാവിക പ്രതിരോധ ശേഷി. ഇവിടെ നോക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തെ, കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ചേ. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്തായിരിക്കും? സ്വാഭാവികമായ പ്രതിരോധ ശേഷി. മഹാത്ഭുതം, മഹത്തായ അത്ഭുതം. അത് കിട്ടിയോ? അത് ഓർമ്മ വേണം, മഹത്തായ അത്ഭുതം. ഇനി പയറുവള്ളി, പയറിന്റെ വള്ളി. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ വിഗ്രഹിച്ച് എഴുതല ചോദിക്കാറുണ്ടല്ലോ, അറിയാലോ. നമ്മളൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഡീൽ. യെസ്. ഇനി ഒരു പ്രസംഗം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം പക്ഷേ ചോദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങൾക്ക് പിടികിട്ടും. ശരി. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അത് സംസ്കാരവുമാണ്, അല്ലെ? എന്താണ് മക്കളെ? അത് സംസ്കാരവും കൂടിയിട്ടാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക. ആദ്യം പ്രസംഗത്തിൽ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? മാന്യ സദസ്സിന് വന്ദനമെന്നോ നമസ്കാരമെന്നോ പറയാം. ഇതെന്താണ് മക്കളെ? അഭിസംബോധനയാണ്. മുമ്പിൽ ഇരിക്കുന്ന കാണികളെ നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ? അഭിസംബോധന ചെയ്യാണ്. അവരവിടെ ഉണ്ടെന്ന് നമ്മൾ അക്നോളജ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, എന്താണ്? മാന്യ സദസ്സിന് വന്ദനം, അല്ലേ? നമ്മൾ പറഞ്ഞു. ഇനി കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യവംശത്തിന്റെ പുരോഗതിയിലെ നിർണായക മുന്നേറ്റമായിരുന്നു. കൃഷിയിൽ നിന്നാണ് സംസ്കാരം വികസിച്ചു വന്നത്. കണ്ടോ, ആദ്യത്തെ ഒരു സെന്റൻസ് നോക്കി. എന്താണ്? കൃഷിയുടെ കണ്ടുപിടുത്തം എന്താണ്? മനുഷ്യവംശത്തിന്റെ പുരോഗതി നിർണായക മുന്നേറ്റം ഉണ്ടായിരുന്നു. ഒരു സംസ്കാരം രൂപപ്പെട്ടത്, ആദ്യത്തെ സംസ്കാരം രൂപപ്പെട്ടത് ഒരു നദീതീരത്താണ്. നദീതീരത്ത് സംസ്കാരമായിട്ട് സിവിലൈസേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് മക്കളെ? കൃഷി തുടങ്ങിയ സമയത്താണ്.
കൊല്ലങ്ങൾക്ക് മുൻപേ, നമ്മൾ വിചാരിക്കുന്ന കൊല്ലങ്ങൾ, അത്രയും കൊല്ലങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകളല്ല 100 നൂറ്റാണ്ടുകൾ അപ്പുറത്തേക്കും നമ്മൾ കൃഷി ചെയ്തിരുന്നു. ഓക്കെ, അതായത് മനുഷ്യകുലം എന്നാണോ കൂട്ടത്തോടെ താമസിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ടേ കൃഷിയുടെ കാര്യം മനുഷ്യർക്കറിയാം, ഇത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയ്ക്കും പഴക്കമുള്ള ഒരു കല തന്നെയാണ് കൃഷി. അതാണ് സംസ്കാരത്തിന്റെ വികസനത്തിന് കൃഷി സഹായകമാകി എന്ന് പറയുന്നത്. മനുഷ്യന് ആഹാരം നൽകുന്നതിന് കൃഷി ആവശ്യമാണ്. ഇന്നത്തെ മാത്രമല്ല നാളത്തെ സമൂഹത്തിലും കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്നും പുതിയ തലമുറ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ചെറിയ രീതിയിൽ കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെ, പ്രസംഗമാണ് നമ്മൾ പറയണേ അല്ലെ. എന്താണ് പറയണേ? ഇന്നത്തെ അല്ല മാത്രമല്ല നാളത്തേക്കും ആവശ്യമാണ്. അപ്പോ എല്ലാവരും ചെറുതായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ ഗൗരവത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കണം. സർക്കാർ തലത്തിലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന കൂട്ടായ്മകൾ വഴിയും കൃഷിയെ അതിന്റെ പ്രാധാന്യത്തോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം, അല്ലേ? യെസ്. ഇനി നാടിന്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ് കൃഷിയും കാർഷിക വ്യവസായവും. ജൈവ വൈവിധ്യം നിലനിർത്തുകയും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും കൃഷിയിലൂടെ സാധ്യമാകുന്നു. ഭക്ഷ്യോൽപാദനം മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾക്ക് ജീവനോപാധി കൂടിയാണ്. ജീവനോപാധി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനോപാധി, പിരിഞ്ഞു വന്നാൽ വിരഹിച്ച് എഴുതിയാൽ ജീവന്റെ ഉപാധി, ജീവന്റെ വേണ്ട, അതായത് ജീവിക്കാനുള്ള വരുമാനം നൽകുന്ന ഒന്ന്. ഓക്കെ, യെസ്, ശരി. കൃഷി എന്ന് പറയുന്നത് നമുക്കുള്ള ഫുഡിന് മാത്രമല്ല, അത് മറ്റു ആളുകൾക്ക് ജോലി കൂടിയിട്ടാണ്, അല്ലേ? പാരമ്പര്യവും ആധുനികതയും കൈകോർത്ത് പിടിച്ചു വേണം കൃഷി വികസിപ്പിക്കാൻ എന്നാണ് രാജ്യം പത്മശ്രീ നൽകിയ ആദരിച്ച ചെറുവയൽ രാമൻ. ഇത് കണ്ട മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിനോട് തന്നിരിക്കുന്ന വിഷയത്തെ കണക്ട് ചെയ്യുന്നത്. കണ്ടോ, ചെറുവയൽ രാമന്റെ ലേഖനത്തിനെ പറ്റി ചോദ്യത്തിലില്ലെങ്കിലും നമ്മൾ കണക്ട് ചെയ്തു. അതാണ് മിടുക്ക്, അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, യെസ്. ഇനി മണ്ണിനിണങ്ങുന്ന കൃഷി രീതികളാണ് നാം സ്വീകരിക്കേണ്ടത്. രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിക്കുന്ന രീതി കൃഷിക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിന് വിപത്ത് സൃഷ്ടിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു, അല്ലെ? രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല, അല്ലെ? രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം കെമിക്കലാണ്. അതായത് ഞാൻ പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ യൂറിയ അല്ലെങ്കിൽ നൈട്രജൻ കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ്, അങ്ങനെയല്ല ഞാൻ പറയണേ. പെസ്റ്റിസൈഡുകൾ, ചില കീടനാശിനികൾ, കീടത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അത് മണ്ണിലേക്ക് ഇറങ്ങുകയും മണ്ണിലെ ബാക്കിയുള്ള നമുക്ക് ഗുണമുള്ള ജീവികളെയും കൂടി ബാധിക്കും. അത് അത്ര നല്ലതല്ല. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ നമുക്ക് ദൂഷ്യം ഉണ്ടാക്കുന്ന കീടനാശിനികളുണ്ട്, അത് ഉപയോഗിക്കരുതെന്നാണ്. ഓക്കെ, രാസവളങ്ങൾ നമുക്ക് ചിലപ്പോൾ ചില പ്രദേശത്തെ മണ്ണിൽ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ആസിഡോ ആൽക്കലിയോ ഒക്കെ കൂടുതലായിരിക്കും. അതനുസരിച്ച് കൃഷിക്കാർക്ക് ചെയ്യാം, അതല്ല ബുദ്ധിമുട്ട് പറയണേ. കീടനാശിനികൾ വളരെ ഉപദ്രവകാരികളായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കരുതെന്നാണ്. ഓക്കെ, ശരി. ഇനി പരമ്പരാഗത വിത്തിനങ്ങളും കൃഷിരീതികളും ആധുനികമായ അറിവുകളുമായി ബന്ധിപ്പിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണം. പഴയതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് തീർത്തും പുതിയതായിട്ട് പോകാനല്ല, പഴയതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു കാലത്തിലേക്ക് പോവാം. അങ്ങനെ വേണം. പിടികിട്ടിയോടാ? ഓക്കെ അല്ലേ? യെസ്. കൃഷി ഇല്ലാതായാൽ സംസ്കാരവും ഇല്ലാതാകുമെന്ന സത്യം നാം തിരിച്ചറിയണം. എന്താണ് അവസാനം പറയുന്നത്? നമ്മൾ തുടങ്ങിയത് സംസ്കാരത്തിൽ നിന്നാണ്. കൃഷി സംസ്കാരത്തിന്റെ അടിത്തറയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടല്ലേ ലാസ്റ്റ്? കൃഷി ഇല്ലാതായാൽ സംസ്കാരവും ഇല്ലാതാകുമെന്ന സത്യം നാം തിരിച്ചറിയണം. അവസാനം എന്ത് പറയണം? ഇവിടെ പ്രസംഗമാണ്. നന്ദി പറയണം. നന്ദി നമസ്കാരം എന്ന് പറയരുത് കേട്ടോ. നമസ്കാരം നമ്മൾ തുടക്കത്തിൽ പറയേണ്ടതാണ്. ഓക്കെ, നന്ദി പറയാ. ഡീൽ? ഇതാണ് പ്രസംഗത്തിന്റെ ഒരു രീതി. പിടികിട്ടിയോടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു കാര്യം, ചോദ്യം വരാൻ സാധ്യതയല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ട ഒരു ചോദ്യമാണ് അഭിമുഖം. ഒരാളെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം? ഇന്റർവ്യൂ ആണ് അഭിമുഖം എന്ന് പറയുന്നത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പൊ അഭിമുഖമാണ് നിങ്ങളോട് ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ സാധ്യത കർഷകനോട് നടക്കുന്ന അഭിമുഖം. മക്കൾ ആ ചോദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു നമസ്കാരമൊക്കെ പറയണം, അല്ലേ? നമസ്കാരം പറഞ്ഞു, അവരെ അഭിസംബോധന ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം? മാർക്കിനനുസരിച്ച്, ഇപ്പോൾ 5 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, 5 മിനിമം ആണ് കേട്ടോ. ഒരു മാർക്കിന് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട്, പക്ഷെ ഒരു 7 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ആദ്യം അവരോട് പറഞ്ഞു. പിന്നെ എന്ത് ചോദിക്കണം? കർഷകനോടാണെങ്കിൽ കൃഷി രീതിയെ പറ്റി ചോദിക്കാം. ഞാൻ എക്സാമ്പിൾ പറയുന്ന കർഷകനോടുള്ള ചോദ്യങ്ങളാണെങ്കിൽ എന്ത് ചോദിക്കണം? ആദ്യം എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കാം, അല്ലേ? നമസ്കാരം, നമ്മൾ അഭിസംബോധന ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറയാണ് എന്തൊക്കെ കൃഷി ചെയ്യുന്നു, എന്തൊക്കെയാണ് കൃഷി, അല്ലെ? ചോദിക്കാം. പിന്നെന്താണ്? പരമ്പരാഗതമാണോ, അല്ലെ? ചോദിക്കാം.
പരമ്പരാഗത കൃഷി രീതിയാണോ ചോദിക്കാം അല്ലെ. പിന്നെ നേരിട്ട പ്രശ്നങ്ങളെ പറ്റി ചോദിക്കാം. കാരണം ഇങ്ങനെ നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കി അവസാനം ഒരു നന്ദി കൂടി പറഞ്ഞാൽ അഭിമുഖം സെറ്റായി. അഭിമുഖം ഒരു പ്രസംഗം പോലെ തോന്നും, പക്ഷെ ചോദ്യങ്ങളാണെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു നമസ്കാരം പറഞ്ഞു, പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിനോട് അത്രയും നേരം നമ്മളോട് സംബന്ധിച്ചതിലുള്ള നന്ദി കൂടി പ്രകടിപ്പിക്കണം. ഇങ്ങനെയാണ് അഭിമുഖം വരിക കേട്ടോ. ഓക്കെ മക്കളെ, സെറ്റല്ലേ? ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? എഴുതില്ലേ? പിടികിട്ടിയില്ലേടാ? ഇത്രയുമാണ് മക്കളെ നമ്മുടെ അടിസ്ഥാന പാഠാവലി വരുന്നത്. ഇത്രയും 3 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ. ഈ 3 ചാപ്റ്ററും മനസ്സിരുത്തി ടെക്സ്റ്റ് വായിക്കുക, നോട്ടിലൂടെ കടന്നു പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എഴുതിയ ആളുകളുടെ പേരൊന്നും വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കി. പിന്നെ കവി, കവയത്രി അതൊന്നും തിരിഞ്ഞു പോകരുത്. അത് കൃത്യമായിട്ട് എഴുതുക. അക്ഷരതെറ്റുകൾ വരാതെ നോക്കുക, പക്ഷെ പരമാവധി അവോയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, സുഖമായിട്ട് സമാധാനത്തിൽ എക്സാം എഴുതുക. എന്നിട്ട് മിസ്സിനോട് വന്ന് പറയണം, മിസ് എളുപ്പമായിരുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ, അതേ വരുള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, ശരി. അപ്പോൾ പഠിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, ശരി മക്കളെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.